അസ്സലാമലൈക്കും, വെൽക്കം ടു റിസാസ് ക്രിയേഷൻ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവർ ഉപയോഗിച്ചൊരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കവറ് ഇത് കോട്ടൺസ് ആണ്, ക്രീം ടാപ്പ്, ത്രെഡ്, സിസർ, ഇത് കമ്പി. നമുക്കിഷ്ടമുള്ള കമ്പ് വെച്ച് വേണ്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് സമചതുരത്തിലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമുക്കിങ്ങനെ കിട്ടും. ഇത് ചെറുതായിട്ട് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നൊരു സ്ലൈഡ് എടുത്തിട്ട് കമ്പി നമുക്ക് മാറ്റാം. കോട്ടൺ കുറച്ച് മതി. വെച്ചിട്ട് ഈ ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലൈഡ് ചെയ്തിട്ടുള്ള ഈ കവർ ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷേപ്പൊക്കെ വരുത്തി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ബാൻഡ് ചെയ്യുക. കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടാപ്പാണ്. അത് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്യണം. ഇതിൻ്റെ ഇതൊന്നും കാണാൻ പാടില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു നമുക്കിഷ്ടമുള്ള അത്ര എണ്ണ ഉണ്ടാക്കുക. ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടത്. അതിന് നമുക്ക് ഇതെടുക്കാം. ക്രീം ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഇതൊന്ന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ ടാപ്പ് അത് ഞാൻ മുറിച്ച് വെച്ചതാണ്. നന്നായിട്ട് ബാൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ ഒന്നും കൂടെ വെച്ച് കൊടുക്കുക. നമുക്കിഷ്ടമുള്ള മാതിരി അറേഞ്ച് ചെയ്യാം. അതിങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. ഇത് ഫുള്ളായിട്ട് ചുറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് റെഡിയായി. നമുക്കിതുപോലുള്ള 1 or 2 നമുക്ക് വേണ്ടത്ര ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ 2 എണ്ണം വേറെയും ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലവർ ബേസിൽ വെക്കാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഞാൻ ഇതിലാണ് വെക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത ഫ്ലവറിൻ്റെ നടുവിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് വേറെയും വെക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി വേറെ ചെയ്തെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.